മോനെ. മോനെ പോ പോ പോ. മോനെ വാ. വേണ്ടേ നീരുന്നു. തിന്നു. ഇനി വേണോ? വാടാ വാ വാടാ വാ 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 വാ. നീ തിന്നോ. തീർന്നടാ മക്കളെ, തീർന്നടാ. മോനെ മോനെ വാടാ വാ. വാടാ വാ.
എന്താ വാസു, ബസ്സിൽ ഉറക്കമൊക്കെ സുഖമാകുന്നുണ്ടോ? സ്റ്റേ ബസ്സാവുമ്പോ അതൊക്കെ സഹിച്ചല്ലേ പറ്റൂ. അത് ശരിയാണ്. എവിടേക്കാ? വലിയങ്ങാടി. ദേ നമ്മുടെ വിദ്വാൻ കുളിക്കാനിറങ്ങി. ആ? ഇയാൾ ഈ രാവിലെ കുളിച്ചിട്ട് എങ്ങോട്ട് പോകാനാ? അമ്പലത്തിൽ പോലും പോകാറില്ല. ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടെന്നാണല്ലോ, അതുകൊണ്ടായിരിക്കും. ആ റൈറ്റ് റൈറ്റ്. അയ്യോ അനിയ ചാക്ക് കെട്ടൊക്കെ മുകളിലോട്ട് വെക്കി. വഴിയിലിറക്കാനാ. എന്നാലും ഒതുക്കി വെക്കാം അവിടെ. ഇന്നെന്താ നേരത്തെ? സാധാരണ രണ്ടാമത്തെ ട്രിപ്പിലല്ലേ വരാ. ഒരു ഫ്രണ്ടിന് സുഖമില്ല വാസോട്ടാ, അവന്റെ വീട് വരെ ഒന്ന് പോവാ. പോവാം. അച്ഛനെ കുക്കലീർ അന്വേഷിച്ചിരുന്നല്ലോ. കുരുമുളക് പറിക്കാനോ മറ്റോ ആണെന്ന് തോന്നുന്നു. പിന്നെ അല്ലാതെ അയാൾ എന്തിനാ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഞാനും ആലോചിക്കുന്നത്. വീടും കുടിയില്ലാത്ത ഇയാൾക്ക് ആ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെ ധാരാളം. പിന്നെന്തിനാ ഇങ്ങനെ അധ്വാനിക്കുന്നത്? എന്നാലും ഇക്കാലം എത്ര ഇയാൾ ഇവിടെ കഴിഞ്ഞിട്ടും ഇയാൾ ആരാണെന്നോ എവിടുന്ന് വന്നോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലോ. ദാ പാറവിൽ എത്തിയല്ലോ. വാസുട്ടോ, ചായ എങ്ങനെയുണ്ട്? അതുപോലെയല്ലേ. അതെ, ഉച്ചയ്ക്ക് ഊണിന് സ്പെഷ്യൽ വേണമെങ്കിൽ ഇപ്പൊ പറയണം. പറയണ കേട്ടാത്തൊന്നും കരിമീൻ പൊള്ളിച്ചതാണെന്ന്. 1 രൂപയ്ക്ക് 10 എണ്ണം കിട്ടുന്ന ചീഞ്ഞ ചാള കരിച്ചു തരുന്നതല്ലേ നിങ്ങളുടെ സ്പെഷ്യൽ? നീയൊക്കെ ഇവിടുന്ന് വെട്ടി വിഴുങ്ങുന്നതിന്റെ കാശ് വാങ്ങണ ബുദ്ധിമുട്ട് ഇക്കറിയോ? എന്താ അവന്റെ ഒരു പുഞ്ഞം. മോനെ ഇതൊന്നും അങ്ങോട്ട് ചരിയാതെ പിടിച്ചോണേ. കയറി വാ. റൈറ്റ്. സുഖമാണോ ടീച്ചറെ? സുഖമായിട്ടിരിക്കുന്നു. ഇതെന്താ വില? ഇത് 50 രൂപ. 50. ഇതോ? തോർത്തിനോ? ഈ തോർത്തിന് 15 രൂപ. ഇതോ? എത്രയാ? 50 രൂപ. 50. ശരി. സഞ്ചി. എന്നാ വേണം? എത്രയാ? 500 രൂപ. 500. വാ മോനെ. വാ മോനെ. ഓ, കടുവയും കൊണ്ട് കയറിയല്ലോ. ആ പട്ടി ഇറക്കി വിട്. തന്തപ്പരിച്ചാഴി, തന്നോടാ പറഞ്ഞ പട്ടി ഇറക്കി വിടാൻ. പട്ടി ഇറക്കി വിടാൻ പറഞ്ഞ കേട്ടില്ലേ? കുക്കിലിയാരെ നിന്റെ തന്തയാ പണ്ടാരക്കാലം ചെക്ക.
നിന്റെ തന്ത. തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ, കുറെ കാലമായി യാത്ര ചെയ്യുന്നു, പേര് ചോദിച്ചാ പറയത്തില്ല, നാട്ടുകാർ വിളിക്കും പോലെ വിളിച്ചാ അപ്പ കലി കയറും. എടോ വാസു, അയ്യോ, അവന്റെ. എന്തിനാടോ ഈ കിഴവൻ ഇങ്ങനെ ചൂടാക്കുന്നേ? അയാൾ എന്തെങ്കിലും വിട്ടുവർക്ക് ജീവിച്ചോട്ടെ, ആർക്കും ഒരു ശല്യമില്ലല്ലോ. അല്ല റഫീഖെ, ലാസ്റ്റ് ട്രിപ്പിന് പട്ടിയും കൊണ്ട് കയറുമ്പോൾ നമ്മളൊന്നും പറയാറില്ലല്ലോ. ഇതിപ്പോ അങ്ങനെയാണോ? തിരക്കുള്ള സമയമല്ലേ, വഴിയിൽ നിന്ന് യാത്രക്കാർ കയറാനുള്ളതാ. ആ നേരത്തെ ഒരു പട്ടിയും. പോയിക്കോ മക്കളെ. ഓ, അതിന് പിന്നെയും മനസ്സിലാവും. ആ ഡോറൊന്ന് അടച്ചേക്ക്. റൈറ്റ് റൈറ്റ്. പണ്ടാരക്കാരൻ, ഒരു മനുഷ്യത്വമില്ലാത്ത ചിന്തക്കൾ. ഇറങ്ങി വാ, ഇറങ്ങി വാ. കേറി 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 വാ. മോനെ വാ, വന്ന് കഴിച്ചോ. കഴിച്ചോ. കഴിച്ചോടാ. എന്തുവാടേ ഇത് പഴുകിഞ്ഞു കുടിച്ച പോലെ നിൽക്കുന്നത്? ഒന്ന് ജീവനത്തെ അടി പൊക്കിയിട്ട് പറ. അങ്ങനെ അടി. അയ്യോ, എന്റെ തലച്ചോറ് തകർന്ന്. എന്തോന്നിനാടെ കിടന്ന് മോങ്ങുന്നേ? ആ ബോൾ വരുമ്പോ നിനക്ക് മാറായിരുന്നില്ലേ? പോടാ അവിടുന്ന്. എടാ, മൂന്നയ്ക്ക് നേരെ വെടിയുണ്ട ചീരിപ്പാഞ്ഞു വരുമ്പോ ആണ്ട വെടിയുണ്ട വരുന്നു മാറി നിന്നേക്കാന്ന് പറയാൻ ഞാൻ അപസ്വർപ്പ കഥയിലെ നായകനൊന്നും അല്ല. ഞാൻ സ്വർണ്ണപ്പനാടാ, സ്വർണ്ണപ്പൻ. ദാണ്ട ഇനി ഇവിടെ നിന്ന് എവിടൊക്കെ അടി കിട്ടുക എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ വന്നേ. എടാ സുധി, ഞങ്ങൾ കമ്മിറ്റി ഓഫീസിൽ കാണും. ഓ, സ്വർണ്ണപ്പാ, വിഷുവിനാണ് നമ്മുടെ ഉത്സവം. അതിലൊരിക്കലും ഒരു മാറ്റമില്ല. പിന്നെ എന്തിനാടാ കലണ്ടറിൽ ഈ വട്ടം വരയ്ക്കുന്നത്? ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ വലിയ നാടകക്കാരനല്ലയോ? എടാ 16, 18, 20 തീയതികളിൽ കുറി വിളിക്കും. അതാ. അത് ശരി, നിന്റെ ബ്ലേഡിന് മൂർച്ച കൂട്ടുകയാണ്. കഴുത്തിറക്കാനുള്ളതല്ലേ. നിനക്കാരടാ സ്വർണ്ണപ്പന് പേരിട്ടത്? എന്താ നിനക്ക് പറ്റിയ പേര് തന്നെ.
പേരിട്ടത് അച്ഛനാ. ആ. പേരിട്ട അന്ന് തന്നെ അച്ഛന് കുറി അടിച്ചു. ഭാഗ്യക്കുറി ആയിരിക്കും. അല്ല, സഞ്ചയന കുറി. ആ ദാമു എന്താ അന്വേഷിച്ചേ? ഇത്തവണ കിഴക്കേക്കരക്കാരുടെ തേരൊരുക്കാൻ പുറത്തുനിന്ന് ആരെയോ കൊണ്ടുവരുന്നാ കേട്ടത്. വളരെ രഹസ്യമായിട്ട് അറിഞ്ഞതാ. ഇത്രയും കാലം നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. ഇനിയിപ്പോ നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ അറിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യൂടാ? എടാ അത് വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ഷൺമുഖ മേസ്ത്രിക്ക് സമയമില്ലാത്തതുകൊണ്ട് അവര് പുറത്തുനിന്നൊരു തുന്നക്കാരനെ കൊണ്ടുവന്നേ ഉള്ളൂ. നമ്മുടെ തേരിന്റെ തൊങ്ങൽ തുന്നാൻ തന്നെ ആൾക്ക് സമയമില്ല. പിന്നെ എങ്ങനെ അവരുടെ തുന്ന? അത്രേ ഉള്ളോ? ഇവൻ പറഞ്ഞപ്പോ ഞാൻ കരുതി അവരെന്തോ കരുതി കൂട്ടി മത്സരിക്കുകയാണെന്ന്. അല്ല, പ്രസിഡന്റിനെ കണ്ടില്ലല്ലോ. 5-നല്ലേ കമ്മിറ്റി? മണി ഇപ്പൊ 5:15 കഴിഞ്ഞല്ലോ. ഇവൻ നിനക്ക് എന്ത് പറ്റിയടാ? കമ്മിറ്റി നാളല്ലേ? ഷോ, ഞാനതങ്ങ് മറന്നു. നാളെ തിരുവനന്തപുരത്ത് പൈങ്കിനി ഉത്സവത്തിന് പോകണമെന്ന് പ്ലാൻ ചെയ്തതാ. എടാവേ, എനിക്കും വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ? നാളെ ആ കുറിച്ചിട്ടാണ് നറുക്കെടുക്കുന്ന ദിവസമല്ലയോ? ഞാനും ഉണ്ട്. കുറെ വർഷമായിട്ട് വിചാരിക്കുന്നതാ ഇത്തവണ 101 പേരുടെ വേലകളിയാ. നമുക്ക് കമ്മിറ്റി അങ്ങ് മാറ്റി വെക്കാം. ഒത്താ വേലകളി സംഘത്തേക്കും കൊണ്ടുവരികയും ചെയ്യാം. പരിപാടികൾ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ? വേല തേരിലേക്കുള്ള വേലകളി സംഘത്തെ ഏർപ്പാട് ചെയ്തില്ലല്ലോ. എന്തായാലും ഞാൻ പോവും. ഒരു ഉരുളി, ഒരു കീണ്ടി, ഒരു ചരുവം കഴിഞ്ഞു. എവിടെയാ അവള്? എടി സരോജിനി, എടി സരോജിനി. നാശം ഏത് നേരം. അവൾക്ക് സ്വന്തം വീട്ടിലെ പാത്രങ്ങൾ വിൽക്കാൻ കൊണ്ടുപോവാൻ വിഷമമുണ്ടാവും. ആരെങ്കിലും കണ്ട എന്താ കണ്ടാല്? കട്ട മുതലൊന്നും അല്ലല്ലോ. എടുത്താ പൊങ്ങൂല്ലേ? വലിയ കെട്ടിലമ്മ ചമയല്ലേ? ചമയണതൊന്നുമല്ല, കെട്ടിലമ്മ തന്നെയായിരുന്നു. എന്താ പറഞ്ഞേ? ഓ, ആ സിംഗപ്പൂരുകാരൻ രാഘവൻ പിള്ളയുടെ കെട്ടിലമ്മ. ഞാൻ ഇവിടത്തെ. എന്നിട്ടിപ്പോ എന്തായി? സിംഗപ്പൂരുകാരൻ അവിടെ ചീനക്കാരെയും കെട്ടി ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്കിപ്പൊ എന്താ വേണ്ടത്? ഇനിയിപ്പൊ വിൽക്കാനൊന്നുമില്ല. കട്ടളി ജനാലയും പൊളിച്ചു വിൽക്കാം. ഈശ്വര, എന്റെ ഒരു തലയിലെടുത്ത് എന്ന് തീരുവോ? നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂടി, നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഇവളുടെ തലയിൽ ഇടി വീഴണം. കൊള്ളാം കൊള്ളാം. വീട്ടിൽ ആളില്ലാത്ത നേരത്ത് കക്കാൻ നടക്കണ ചെറ്റകള്. എന്താടാ തുറിച്ചു നോക്കുന്നത്? തോന്നിയാസം പറയണ്ട. ഞങ്ങൾ ആരാന്ന് തനിക്കറിയില്ല. പോടാ, പോയിന്റ് ഇറങ്ങി. പണിയില്ലാത്ത കൂട്ടങ്ങള്. താൻ ആരാന്ന് നാട്ടുകാർക്ക് എല്ലാം അറിയാം. ഏമാൻ ചമയണ്ട. അതേടാ, ഈ വീട്ടിൽ ഞാൻ തന്നെയാണ് എമ്മൻ. എന്ത്, നിനക്ക് സംശയം ഉണ്ടടാ? താൻ തന്റെ പെണ്ണുമ്പിള്ളെ പേടിപ്പിച്ച പോലെ നാട്ടുകാരോട് കളിച്ചാൽ വിവരം അറിയും. താൻ തെണ്ടി നടന്ന കാലമൊക്കെ ഞങ്ങൾക്ക് അറിയാം. അന്നീ മുറ്റത്ത് നീ കാല് കുത്തില്ല. അങ്ങേരുണ്ടായിരുന്നപ്പോ ഓർമ്മയുണ്ടല്ലോ. നടക്ക. നാശങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കമ്മിറ്റി പറയേണ്ട കാര്യങ്ങളാ. ആഹാ, ഇന്ന് തുറന്നല്ലോ. കുറെ നാളായി കുക്കിലിയാരുമായിട്ടൊന്ന് കോർത്തിട്ട്. ഒന്ന് ചൂടാക്കിയാലോ? പിന്നെന്താ, ബാളിയാ നടക്കങ്ങോട്ട്. കുക്കി കുക്കിലി എടോ കുക്കിലി, ഒരു 10 പൈസയുടെ കുക്കിലി താടോ. അല്ല, പൊരിക്കടലാടോ. ഓടാ തെണ്ടി പട്ടികളെ, തന്തയില്ലാത്തോറ്റ. കുക്കിലി കടല താടോ. നിനക്കൊന്നും ഒരു കടലയില്ല കൊടലയില്ല. ഒന്ന് പോടാ. എന്നാ പിന്നെ കടയടക്കടോ. ആടാ കാടാ മതിന്ന് വീടങ്ങോട്ട്. എടോ കുക്കിലി, തന്റെ ഈ തൂക്കണ കുരുവിയുടെ കൂടുതലുള്ള താടി ഉണ്ടല്ലോ, അതൊരു ദിവസം മണ്ണെണ്ണ ഒഴിച്ച് ഞങ്ങൾ കത്തിക്കും. സൂക്ഷിച്ചോ.
നമ്മളെ അറിയില്ല. നിക്കവിടെ. അയാളെ വിളിച്ച് തെറിയും കേട്ടിട്ട് നമ്മൾ പിന്മാറാനോ? അയാൾക്കിട്ടൊരു പണി കൊടുക്കാതെ എനിക്കൊരു സമാധാനം ഇല്ല. അല്ലേ എവിടുന്നോ വന്ന ഒരുത്തൻ വല്ല കള്ളനോ കൊലപാതകയാണോ എന്ന് എങ്ങനെ അറിയാം? ആ നോക്കുന്നില്ല കള്ളൻ. അയാളുടെ നോട്ടം, അയാളുടെ കണ്ണിയാണെന്നും അതെ, ഇവന്. എടാ നീ വെറുതെ മൂപ്പിക്കല്ലേ, ആ പാവം എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. എന്തുവാ ഇത്? എന്താണെന്ന് എനിക്ക് അത്ര സെന്റിമെന്റ്സ്? അയാൾ നിന്റെ അച്ഛനാ? ചെറിയൊരു ചായ ഉണ്ട്. തേരിൻ്റെ തടിപ്പണികളെല്ലാം കഴിയാറായിട്ടുണ്ട്. അലങ്കാരത്തിനുള്ള തുന്നൽ ജോലികൾ നന്നായി നടക്കുന്നുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ ഏർപ്പാടുകൾ എന്തായെന്ന് അതിൻ്റെ ചുമതലയുള്ള ശ്രുതി വിശദീകരിക്കുന്നതായിരിക്കും നല്ലത്. ആ ചുറ്റും ട്യൂബ് ലൈറ്റുകളും മരങ്ങളിൽ ഇല്യൂമിനേഷനും മുമ്പ് തീരുമാനിച്ച എല്ലാ സ്ഥലങ്ങളിലേക്കും ബോക്സും കോളാമ്പി സെറ്റും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇല്യൂമിനേഷൻ വേണ്ടി വരികയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് കരുതി വെക്കാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. തേര് പിടിക്കുന്നവരിൽ ചിലരെങ്കിലും മദ്യപിച്ച് വരുന്നവരുണ്ടാകും. അത് ശല്യമായിട്ട് മാറിയാൽ ആരും അറിയാതെ അവരെ ഗ്രൗണ്ടിൽ നിന്ന് മാറ്റാനുള്ള ഏർപ്പാടുണ്ടാവണം. ആ പിന്നെ തിരക്കിനിടയിൽ കൂട്ടം തെറ്റിപ്പോകുന്ന കുട്ടികളുണ്ടാകും, മുതിർന്നവരുണ്ടാകും. അവരെ സഹായിക്കാനും അത്യാവശ്യം വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും മൈക്കിലൂടെ അനൗൺസ് ചെയ്യാനുള്ള ചുമതല സുധിയും സ്വർണ്ണപ്പനും കൂടി ഏൽക്കണം. മറ്റു കാര്യങ്ങൾ അടുത്ത കമ്മിറ്റിയിൽ ആലോചിക്കാം. നാളെ ശേഖരൻ നായരുടെ മോളുടെ കല്യാണമാണ്. രാത്രി അവിടെ ചെന്ന് തല കാണിച്ചില്ലെങ്കിൽ വലിയ പരാതിയാവും. ഇനി വന്നു ഇതുപോലൊരു ദിവസം പാതിരാത്രിക്ക് എന്ന് തല കാണിച്ചതാ ആ മൂത്ത കൊച്ചിന്റെ കല്യാണം മുടങ്ങി. അല്ല കിടക്കുന്നില്ലേ? നേരം എത്രയായി? എത്രയായാലെന്താ, ഞാൻ റിട്ടയർ ചെയ്തില്ലേ. എവിടെയാ സുധി? ഇന്നലെ രാത്രി എപ്പോഴായാലും വന്നേ? കുറച്ച് വൈകി. അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. അമ്പലപ്പറമ്പിലെ ചില തലതെറിച്ച പിള്ളേര് ആ കുക്കിലിയാരോട് എന്തോ തോന്നിയാസം കാട്ടിയെന്ന് കേട്ടു. നമ്മുടെ സുധി ആ കൂട്ടത്തിലുണ്ടാവോ? ഈ നേരത്താണോ കോളേജിൽ നിന്ന് വരുന്നത്? രാത്രി ഇത്ര ഉറക്കമുളയ്ക്കാൻ അമ്പലപ്പുറമിൽ എന്താ കാര്യം? എന്താ കുക്കിലിയാരുമായി പ്രശ്നം? കുക്കിലിയറായിട്ട് പ്രശ്നമൊന്നുമില്ല, ഉത്സവമായുണ്ടാ. അല്ല ഉത്സവമൊക്കെ തുടങ്ങിയില്ലേ? സുധി പറഞ്ഞാ മതി. അല്ലാച്ചാ ഞാൻ കുസൃതിയും വികൃതിയുമാവാം, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ പരദ്രോഹം സഹിക്കാൻ ഇത്തിരി വിഷമമുണ്ട്. ഒരു ജീവിതം മുഴുവൻ ആവുന്നത്ര സത്യസന്ധമായി ജീവിച്ചു. കുളിയും പല്ലുതേപ്പും ഒക്കെ അവനവൻ്റെ കാര്യം. പക്ഷെ അവനവൻ്റെ വിഴുപ്പ് നാറ്റം കൊണ്ട് അന്യൻ്റെ അടുത്ത് പോകരുത്. അമ്മേ. പിള്ളച്ചേട്ടാ, പിള്ളച്ചേട്ടാ. താനോ? കുരുമുളകിൻ്റെ കാശ്. അതിന് രാത്രി തന്നെ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു. മോളവിടെ? മോളെ ജാനു. ദാ വരുന്നു മുത്തശ്ശ. എന്റെ സുന്ദരി മോളു. ഇതെന്താന്ന് മോക്ക് മനസ്സിലായോ? ചക്കരക്കുട്ടിക്ക് മാമനെ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റും. മാമൻ എങ്ങനെയായിരിക്കുന്നു പറഞ്ഞേ. അവളെല്ലാം കാണുന്നുണ്ടോ, നമ്മളെക്കാൾ വ്യക്തമായി. കാഴ്ച തിരിച്ചു വരില്ലേ? വരണമെന്നാണ് പ്രാർത്ഥന. ചെയ്യാത്ത നേർച്ചകളൊന്നുമില്ല, വഴിപാടുകളില്ല. വരും വരും പിള്ളച്ചേട്ടാ, ഞാനാ പറയുന്നത്. താൻ എങ്ങനാടോ ഈ നാട്ടിലെത്തിയത്?
കിടന്നോടാ. ആ ഉറങ്ങിക്കോ കേട്ടോ. ആ ഇന്നത്തോടെ ആ കുക്കിലിട്ട് തെറിവിളി തീരും. നീ നോക്കിക്കോ. എടാ അച്ഛൻ ചിലതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് അതാ പേടി. പ്രൊഫസർ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ജീവിക്കുന്നത്. ഗാന്ധിയുടെ നേരെ ശിഷ്യനാ. അതേടാ എന്റെ അച്ഛൻ ഗാന്ധിയുടെ ശിഷ്യൻ തന്നെ. നിങ്ങൾ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. നമ്മളൊരു നല്ല കാര്യമില്ലേ ചെയ്തത്? ആ നീ ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കി നീ അയാളെ കൂടെ ഉണർത്തണം. ഇത്രയും വലിയ ഹോസ്പിറ്റലാണോ കുക്കുലിയെ കൊണ്ടിട്ടേക്കുന്നത്? എവിടെയാ?
പോലീസ് ഈ കുത്തിന് തട്ടിപ്പോയോടാ. മാറ്. അതെ, ഇന്നലെ രാവിലെ താടി വെച്ച ഒരാളെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നില്ലേ? എവിടാ കിടക്കുന്നത്? ഐസിയിലോ? ഇതെന്താ ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്നത്? അകത്ത് കയറില്ലേ, ഇവിടെ ഇരിക്കെ. പുറത്തേക്കാരും കാണുന്നില്ല. വെയിറ്റ് ചെയ്യാം. എന്താ ചെയ്യാ? ആള് വന്നു. സിസ്റ്റർ, ഇന്നലെ ആക്സിഡന്റ് ആയി കൊണ്ടുവന്നൊരു കാർന്നോര് എന്താ പേഷ്യന്റിന്റെ പേര്? കൂക്കിലിയർന്ന് എല്ലാരും വിളിക്കുക. ഈ താടിയൊക്കെ വെച്ച് ഇത്തിരി വയസ്സായിട്ടുള്ള ഒരാളാ. നിങ്ങൾ അയാളുടെ ആരാ? അയാൾക്ക് ആരുമില്ല, ഞങ്ങൾ അറിയും. ആരെയാണ് അറിയിക്കേണ്ടതെന്ന് ഒരു വിവരം ഇല്ലാതിരിക്കായിരുന്നു. ആരും ഇവിടെ കൊണ്ട് നേൽപ്പിച്ച് കടന്നു കളഞ്ഞു. പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. അയ്യോ, അത് വേണ്ടായിരുന്നു. ഞങ്ങൾ അറിയും. ആരെങ്കിലും വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ആൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ക്രിട്ടിക്കലാണ്. ബോധം തെളിഞ്ഞിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഓഫീസിൽ പോയി ബില്ല് അടിച്ചിട്ട് വരൂ. സിസ്റ്റർ, ഞങ്ങളൊന്ന് കയറി കണ്ടോട്ടെ? അത് വേഗം വേണം. ഡോക്ടർ കണ്ട വഴക്ക് പറയും. ശരി. വാ. കളി ഇത്തിരി കൂടിപ്പോയി. അയാൾക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. പണി പാളി. പിടിച്ചാ കിട്ടാത്ത സ്ഥിതിയായി. എനിക്കതല്ല പേടി, അയാളുടെ നില ഗുരുതരമാണെന്നാ കേട്ടത്. ടീച്ചർ നിന്നെ അന്വേഷിച്ചിരുന്നു, ഒന്ന് കാണണമെന്ന്. കരുതി കൂട്ടിയുള്ള കൊലപാതക ശ്രമം. എന്നാലും അയാൾ മരിച്ചോ? അറിയില്ല. വളരെ ക്രിട്ടിക്കലാണെന്നാണ് അറിഞ്ഞത്. ഐസിയുലാണ്. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലും പോകണം. പോലീസ് സ്റ്റേഷനിലോ? എന്തിന്? ഈ ക്രൂരമായ തോന്നിയാസത്തിന്റെ സൂത്രധാരൻ അവനാണല്ലോ. കേസെടുത്തിട്ടുണ്ടോന്ന് അറിയണ്ടേ? അയാൾക്കൊന്നും സംഭവിക്കരുതേ. ഈശ്വരന്മാർ എന്ത് കരുതിയെന്ന് ആർക്കറിയാം. ഒരു ജന്മം മുഴുവൻ പ്രാർത്ഥിച്ച് കിട്ടിയതാ നിന്നെ. എന്നിട്ട് അവിടെ ഇരിക്കെ. ഇനി ആ വയസ്സം മരിച്ചാൽ നീ നിന്റെ സംഘവാദത്തിനുള്ള ശിക്ഷ അനുഭവിച്ചതിനെ തീരണം. ഞാനാകും അയാൾക്ക് വേണ്ടി എൻ്റെ മകനെതിരെ മൊഴി കൊടുക്കുക. കഞ്ഞി വിളമ്പ്, എന്നിട്ട് നീ വരുന്ന് കഴിക്കേ. ഇത്രയും വലിയ ശിക്ഷ സിസ്റ്റർ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ബോധം തെളിഞ്ഞിട്ടുണ്ട്.
അതെ, സരയുവല്ലേ? അതെ. സുധി റൂമിലുണ്ട്, വരൂ കാണിച്ചു തരാം. എന്നെങ്ങനെ മനസ്സിലായി? സുധി പറഞ്ഞിട്ടുള്ള രൂപം വെച്ച് ഞാൻ കണ്ടുപിടിച്ചത്. ഫോട്ടോയും ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഓടാ അങ്ങോട്ട്. ആ സരയു എങ്ങനെ അറിഞ്ഞു? അകത്തേക്ക് വരൂ. ഇതെന്റെ കോളേജ് മീറ്റാ സരയു. പൊന്നുമംഗലത്താ വീട്. കുറെ ദിവസമായിട്ട് എന്നെ കോളേജിൽ കാണാത്തോണ്ട് അന്വേഷിച്ചിറങ്ങിയതാ. ഞാൻ നോക്കാം. ഐ ആം സോറി. താങ്കൾക്കറിയില്ല, ഞാൻ സുധിയുടെ അച്ഛൻ. ഇവൻ കൂടി ചേർന്നാണ് അപകടം വരുത്തിയെന്നറിഞ്ഞപ്പോൾ ഒരുപാട് ദുഃഖം തോന്നി. ക്ഷമിക്കണം സാർ. ഇവർ പാവങ്ങളാണ്. എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷേ എനിക്കുണ്ട്. എൻ്റെ മകനാണെന്ന് വെച്ചാലും ഇതിനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരൂ. നിങ്ങൾ സുധിയുടെ കൂട്ടുകാരാ സാർ. ഞങ്ങൾക്കറിയാം. വേണ്ട, ഞാൻ ഡോക്ടറെ കണ്ടു. ഡിസ്ചാർജ് ആയാൽ പോകാം. ക്യാഷ് ഞാൻ കൗണ്ടറിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ പേരറിയില്ല. വേണ്ട, വേഗം സുഖമാവാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. 40 കൊല്ലം ഞാൻ അധ്യാപകനായിരുന്നു. ഇതേവരെ ഒരാളോടും സോറി പറയേണ്ടി വന്നിട്ടില്ല. സുധിയുടെ അച്ഛൻ ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഞാനാണ് ഈ ആക്സിഡന്റ് ഉണ്ടാക്കിയെന്നാ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരിക്കലും അച്ഛൻ ഇത്രയും ദുഃഖിച്ച് കണ്ടിട്ടില്ല. അതിന് സുധി മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്. അല്ല, ഞാനും ഉണ്ടായിരുന്നല്ലോ. ഒരു തമാശ എന്നാ വിചാരിച്ചിരുന്നേ. പക്ഷെ അച്ഛൻ ക്ഷമിക്കില്ല. അതൊരു പിള്ളേര് കളിയാണെന്ന് അറിയുമ്പോൾ അച്ഛൻ ക്ഷമിക്കും. ഇല്ല, സരയുനറിയില്ല. അച്ഛൻ ഹീസ് എ പെർഫെക്റ്റ് ഗാന്ധിയൻ. മാമൻ എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല മോളെ. മുത്തശ്ശൻ പറഞ്ഞല്ലോ മാമൻ വീണൂന്ന്. ഏയ്, ഒന്നുമില്ല എൻ്റെ സുന്ദരിക്കുട്ടി. തൻ്റെ കൂടെ ആരുമില്ലേ? ആ പിള്ളേരൊക്കെ ഉണ്ട്, സുധിയും കൂട്ടരും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, മാമന് ടാറ്റാ പറഞ്ഞേ. ടാറ്റാ മാമ. ശരി മോളെ.
കുറച്ച് കഴിഞ്ഞ് മതി, ഇപ്പൊ വേണ്ട. ചൂടാറും, തണുക്കും മുമ്പ് കഴിച്ചോളൂ. വേണ്ട, ഞാൻ തരാം. ഞാൻ നാളെ വരാം. കോളേജിൽ പോകുന്ന പോലെ ഇങ്ങെത്താം. ഓക്കെ. നീ എന്താടി ഇവിടെ? ആരാ കിടക്കുന്നത്? നിന്റെ അമ്മ ഇന്നലെ ഞാൻ കണ്ടതാണല്ലോ, ഒന്നും പറഞ്ഞില്ല. ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവളെ ഒന്ന് കാണാൻ വന്നത്. ഇതാരാ? ഇതെൻ്റെ കോളേജ് മേറ്റ്. എന്താ ഇവിടുത്തെ തിരക്ക്? ഗവൺമെന്റ് ആശുപത്രി പോയതാ, അപ്പൊ അവിടെ മരുന്നില്ല, ഡോക്ടറില്ല, ഒന്നും പറയണ്ട. നീ വീട്ടിൽ പോവാ? നിന്റെ കൊച്ചച്ഛനെപ്പോഴും പഴയ പോലെ ആണോടി? ഞാൻ പോട്ടെ ഭവാനി ചേച്ചി. പെണ്ണങ്ങ് വലുതായി. പേര് ചാടിപ്പയ്യന്റെ മോളല്ലേ, അതിലും ചാടും. പിന്നെ ആവട്ടെ. ശരിക്കും നടക്കുന്നുണ്ട്. ആഹാ, സ്മാർട്ടായല്ലോ. 2 ദിവസം മടങ്ങാം. ആവശ്യമുള്ള മരുന്നിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നിരുന്നേ. ഓക്കെ, പെർഫെക്റ്റ്. ഡോക്ടർ സാർ. യെസ് സാർ, എൻ്റെ കണ്ണ് കൊച്ചുകുട്ടികൾക്ക് വെച്ചാൽ ശരിയാവുമോ? എന്താ, എന്തു പറ്റി? എൻ്റെ ഒരു കൊച്ചുമോൾക്ക് 2 കണ്ണും കാഴ്ചയില്ല. എൻ്റെ ഒരു കണ്ണ് കൊടുത്താൽ. ആരോഗ്യമൊന്ന് ശരിയാകട്ടെ, പിന്നെ ആലോചിക്കാം. ഇപ്പൊ തന്നെ ആയാൽ വളരെ ഉപകാരമായി. ഇവിടെ ഒഫ്താൽമോളജി ഇല്ല, അതായത് കണ്ണിനുള്ള ചികിത്സ ഇവിടെ ഇല്ല. അതിന് മറ്റൊരു ആശുപത്രി പോകണം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. അവനിപ്പോ ആശുപത്രി തന്നെയാ. അയാൾക്ക് ഭേദമുണ്ടെന്നാ കേട്ടത്. അവന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട്. ഞാൻ അറിഞ്ഞു. ആ കുട്ടിക്കറിയില്ല ഇവൻ ആരാണെന്ന്. എന്തിനാ അവനെ ശപിക്കുന്നേ? കുട്ടികളാവുമ്പോ കുറേശ്ശെ വികൃതി. അതെനിക്ക് മനസ്സിലാവും. തനിക്കറിയാമല്ലോ, 40 കൊല്ലം ഞാൻ കുട്ടികൾക്കൊപ്പമായിരുന്നു. ഒരു ജീവൻ അപകടത്തിലാക്കുന്നത് തമാശയല്ല. വേണോന്ന് വെച്ചിട്ടല്ലല്ലോ, അയാൾക്ക് സുഖമാവുകയും ചെയ്തു. അതുകൊണ്ടൊന്നും ചെയ്ത കുറ്റം ഇല്ലാണ്ടാകുന്നില്ല.
കടയൊക്കെ നമുക്ക് പഴയ പോലെ തന്നെ ശരിയാക്കാം. കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് പഴയ സ്ഥലത്ത് തന്നെ ഇടുകയും ചെയ്യാം. ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇനി എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. എനിക്കൊന്നുമില്ലടാ. സരോജിനി എവിടെ പോയി കിടക്കുന്നേടി മൂദേവി? മോനെ, എന്റെ മോനെ, എന്റെ പൊന്നു മോനെ, ആ വാരി തിന്ന്. നീയാണ് ഈ കണ്ട സ്വത്തിന് മുഴുവൻ ഇനി അവകാശി. മനസ്സിലായോടി? എടി, അല്ലാതെ നിന്റെ ഈ ആട്ടക്കാരി മോളല്ല. എടി മൂദേവി, കോളേജിലേക്കാണെന്നും പറഞ്ഞ കണ്ട തെണ്ടികളോടൊപ്പം ഊറിയിട്ടില്ല അല്ലേടി? ഇന്നത്തോടെ നിന്റെ സൂക്കേട് ഞാൻ മാറ്റിത്തരാം. അഹങ്കാരി, നോക്കി പഠിപ്പിക്കുന്നു. കുറെ നാളായി ഞാൻ ഓരോന്ന് കാണുന്നു. ഇങ്ങോട്ട് ഓടി. അതെടി, എനിക്ക് ഭ്രാന്താ. ഇവള് കണ്ട ആളുകളുമായിട്ട് അഴിഞ്ഞാടി കിടക്കുന്നുണ്ട്. എനിക്ക് ഭ്രാന്താ. ഇനി അവളെ പുറത്ത് ഇതെന്താ ഇങ്ങനെ? എങ്ങോട്ടാ ഈ ആൾക്കാരൊക്കെ പോണത്? ഇല്ലേ, ചാർങ്ങക്കാവ് ദേവീക്ഷേത്രത്തിന്റെ ഉത്സവമാണ്, അതിന്റെ തിരക്കാ. ഓ, അത്ര കേമാണോ? കേമമാണോന്നോ? ലോകത്തിലെ ഏറ്റവും വലിയ കാഴ്ചകളല്ലേ അത്. ശരി. പിന്നെ വേറെ എവിടെ കാണാനുണ്ടാവില്ല. കറങ്ങുന്ന വേലത്തേരുകളും വേലകളിയും ആകാശം മുട്ടുന്ന തേരുകളും വെള്ളത്തിൽ കൂടെ കൊണ്ടുവരുന്ന തേരുകളും ഇവിടുത്തെ മാത്രം കാഴ്ചയാണ്. അല്ല, എവിടുന്നാ വരുന്നത്? ഞാൻ കുറച്ച് ദൂരെന്നാ. ചാർങ്ങക്കാവിലെത്തി ഒരാളെ കാണാനുണ്ട്. ഓ, ഉത്സവമായതുകൊണ്ടേ ഇന്നിനി മടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കെട്ടുകാഴ്ച വരാറായി. ഉച്ച കഴിഞ്ഞാൽ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്യും. അതാ ഇന്ന് തന്നെ തിരികെ എത്താന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു നിവൃത്തിയില്ല സാറേ. ഇറങ്ങി വാ. അതെ, ഇവിടെ ഒരു സുധിയെ അറിയോ? കോളേജിൽ പഠിക്കുന്നതാ. അയ്യോ, എനിക്കറിയില്ല. അതെ, ആ കമ്മിറ്റി ഓഫീസ് ചോദിച്ചാൽ മതി. അവിടെ? അതെ, അവിടെ തന്നെ. നിങ്ങൾ പോയിട്ട് കുന്തളക്കാരുടെ കുതിര എവിടെയാണെന്ന് നോക്ക്. ചാർങ്ങക്കാവ് ക്ഷേത്ര സേവാ സമിതിയുടെ പേര് ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള സൗകര്യം ചെയ്യേണ്ടതാണ്. എന്താ, വല്ല സംഭാവനയും തരാൻ വന്നതാണോ? ഏയ്, അതല്ല. ഇവിടെ കോളേജിൽ പഠിക്കുന്ന സുധി ഒന്ന് കാണാനാ. ഞാൻ കുറച്ച് ദൂരെന്നാ. കേറി ഇരുന്നാട്ടെ, ഇപ്പൊ വിളിപ്പിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അയാൾ അനൗൺസ് ചെയ്യുന്നിടത്തുണ്ട്. നിങ്ങൾക്ക് അയാളെ നേരിട്ട് അറിയാമോ? എനിക്ക് നേരിട്ടറിയില്ല. എടാ ഉണ്ണികൃഷ്ണ, ഇങ്ങ് വാ. ഇതാണ്ട സുധി അവിടെ അനൗൺസ് ചെയ്യുന്നിടത്തുണ്ട്. ഒന്ന് വിളിച്ചോണ്ടോ. കല്യാട്ട ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള കാള ഗ്രൗണ്ടിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമേ കുന്തലയിൽ നിന്നുള്ള കാള ഗ്രൗണ്ടിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. തിരക്കിനിടയിൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിന്നെ അന്വേഷിച്ച് ആരോ വന്നിരിക്കുന്നു. എടാ സ്വർണ്ണമല്ലടാ, ഞാൻ തനി തങ്കമാ, തനി തങ്കം. ഞാനിപ്പോ അമ്മേ ശരണം, ദേവി ശരണം, ചാർങ്ങക്കാവ് ദേവി ശരണം, ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്. പ്രസിഡന്റ് എന്തിനാ എന്നെ അന്വേഷിച്ചത്? ഇദ്ദേഹം നിന്നെ കാണാൻ വന്നതാ. എന്റെ പേര് രാമൻപിള്ള. ആരാ മനസ്സിലായില്ല? പൊന്നുമംഗലത്തിൽ നിന്നാ വരുന്നത്. നമുക്ക് കുറച്ച് മാറിയും സംസാരിച്ചാലോ? ഞാൻ കരയൂന്റെ വീട്ടിൽ നിന്നാ വരുന്നത്. എന്താ കാര്യം? പേടിക്കണ്ട, ഞാൻ അവരുടെ ഒരു കുടുംബ സുഹൃത്താണ്.
സരയുൻ്റെ അമ്മ പറഞ്ഞിട്ടാ വന്നത്. തന്നെയോ ആ കുട്ടിയെയോ ആശുപത്രിയിൽ വെച്ച് ഒന്നിച്ച് കണ്ടു എന്ന് പറഞ്ഞ അവളുടെ രണ്ടാനച്ഛൻ അവളെ തല്ലിച്ചതച്ച് അവിടെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക. സരയുൻ്റെ അമ്മയ്ക്ക് സുധിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. ഒന്ന് അവിടം വരെ വന്നാൽ നന്നായിരുന്നു. അയ്യോ, ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ? ഞാൻ നാളെ വരാം. ഇന്നിന് ചേട്ടനെ തിരികെ പോകാനും ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ സുഹൃത്ത് കണ്ണൻ്റെ വീട്ടിൽ താമസിക്കാം. എന്നിട്ട് നാളെ രാവിലത്തെ ആദ്യത്തെ ബസ്സിന് നമുക്ക് രണ്ടുപേർക്കും കൂടി സരയുൻ്റെ വീട്ടിലേക്ക് പോവാം. എൻ്റെ വീട്ടിൽ പോയാൽ അച്ഛൻ്റെ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയേനെ. കണ്ണാ, ഇനി വന്നേ. ഡാ, ഇത് രാമപിള്ള ചേട്ടൻ. ഇന്ന് രാത്രി ചേട്ടനെ നിന്റെ വീട്ടിലൊന്ന് താമസിപ്പിക്കണം. കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. അപ്പോൾ എങ്ങനെ ചേട്ടൻ ഇപ്പം തന്നെ കണ്ണൻ്റെ വീട്ടിലേക്ക് പോകുന്നോ അതോ ഉത്സവമൊക്കെ കണ്ടിട്ടേ ഉള്ളോ? ഇനിയിപ്പോ കുറച്ച് ഉത്സവമൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. നല്ല ചായ, പാകത്തിന് കടുപ്പവും പാകത്തിന് മധുരവും. എന്നാ 2 ദോശ കൂടെ കഴിച്ചാലോ? അയ്യോ, വേണ്ട വേണ്ട, ഇത്രയും രാവിലെ ശരിയാവില്ല. ചേട്ടാ, എഴുതിക്കോണേ. ചായ കുടിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒന്ന് മുറുക്കുന്ന പതിവുണ്ട്. അതിനെന്താ ഏട്ടാ, നമ്മുടെ കുക്കിലാരുടെ കടയിൽ നിന്ന് മുറുക്കാം. പണ്ട് ഞങ്ങളൊന്ന് മുറുക്കിയതാ, അതിനുശേഷം ഭയങ്കര കമ്പനിയാ. കേട്ടാ കേട്ടാ, ഇത്തവണ ഉത്സവത്തിന് കുക്കലിയാർ കട അടച്ച് മുങ്ങി. കഴിഞ്ഞ വർഷവും ഇത് തന്നെ. ഓരോരുത്തരും ഉത്സവത്തിന് 10 കാശ് കൂടുതൽ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇയാൾ കട അടച്ച് മുങ്ങും. ഡാ, നീ നിന്റെ കാര്യം നോക്ക്. എല്ലാവർക്കും നിന്നെ പോലെ ആവാൻ പറ്റുമോ? ചേട്ടാ, 4 മണിക്കൂർ എടുക്കില്ല അങ്ങെത്താൻ. ഒന്നിറങ്ങി ടൗണിലെത്തിയ ഉടനെ ബസ് കിട്ടുകയാണെങ്കിൽ ഒരു 4 മണിക്കൂർ. ഇവൻ ഇന്ന് തന്നെ വിട്ടേക്കണേ. ഇവൻ തിരിച്ചു വരുന്നവരെ ഇവന്റെ അച്ഛനും അമ്മയും ഉറങ്ങൂല. വയസ്സുകാലത്തെ പ്രൊഫസർ ഗുരുളി കമിഴ്ത്തി ഉണ്ടായ സന്താനമാ. പിന്നെ എന്റെ കാര്യം നിനക്കല്ലേ നിശ്ചയം? നാട്ടുകാർക്ക് മുഴുവൻ നടക്കടാ. ചേട്ടാ, ഒരു മുറുക്കാൻ. അവിടെ ഇരിപ്പുണ്ട്, എടുത്തോ.
ചേട്ടാ കാശ് പിന്നെ തരാം. പ്രത്യേക ജന്മാണല്ലോ. ആരാ വരുന്നേ? എന്താ എടുക്കണേ? അത് കക്ഷിയാ നമ്മുടെ സ്വർണ്ണപ്പനെ പുള്ളിക്ക് തീരെ കണ്ടൂടാ. അയാളെ കൊണ്ട് തെറി വിളിപ്പിക്കാൻ വേണ്ടി ഇവന് ഓരോന്ന് കാട്ടും എപ്പോഴും. അതുകൊണ്ടാ. ചേട്ടൻ കയറി. സരിയോ? അവളിവിടെ ഉണ്ട്. സരീവിനെ കാണും മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ സുധിയോട് പറയാനുണ്ട്. നിങ്ങളുടെ സ്നേഹം ശരിക്കുള്ളതാണോ അതോ വെറും നേരം പോക്കാണോ? അമ്മ ഇപ്പം എന്താ അങ്ങനെ ചോദിക്കാൻ? തമാശയാണെന്നോ മറ്റോ സരിയോന് തോന്നിയോ? അവൾ സീരിയസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആണെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കണം. ഞങ്ങളെക്കുറിച്ച് ചിലതൊക്കെ സുധി അറിഞ്ഞിരിക്കുകയും വേണം. എനിക്ക് പറ്റിപ്പോയ ഒരു തെറ്റിന്റെ ഫലം അവളും കൂടിയാണ് അനുഭവിക്കുന്നത്. എങ്ങനെ ജീവിക്കേണ്ട കുട്ടിയാണ് ഇപ്പോൾ ഉള്ളത്. അവളുടെ രണ്ടാനച്ഛനാണ്. അയാളാണ് ഈ വീടിനെ ഈ വിധത്തിലാക്കിയത്. അമ്മേ, ഞാനൊരു കോളേജ് പ്രൊഫസറുടെ മകനാ. തമാശയായി ഞാൻ സരയുവിനെ സ്നേഹിച്ചിട്ടില്ല. സ്നേഹിച്ചത് ഒരുമിച്ച് ജീവിക്കണമെന്ന് മോഹിച്ചു തന്നെയാ. സ്വന്തമായ ഒരു വരുമാനം ഉണ്ടായ അന്ന് സരയുവിനെ ഞാൻ കൊണ്ടുപോകും. ഈശ്വര, എനിക്കിത് കേട്ടാ മതി. വരൂ. വിഷമിക്കാതിരിക്കും, എല്ലാം ശരിയാവും. ഇല്ല, ആ ദുഷ്ടൻ എന്നെ കൊല്ലും. കുറെയൊക്കെ ക്ഷമിക്കണം മോളെ. ഇങ്ങനെയൊരു ദുഷ്ടനെയാണല്ലോ സരോജനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ആ, ഇനി പറഞ്ഞിട്ടെന്താ, ഒക്കെ സംഭവിച്ചു പോയില്ലേ? ഒന്നൂടെ മൂത്തത് കൊടുത്താ മതി. നീ ആണ്ട എന്റെ മോൻ, അവൻ കറക്റ്റാ പറഞ്ഞു കണ്ടില്ലേ? അതുകൊണ്ട് അവനൊരു കപ്പയും മീനും കൂടെ കഴിക്കൂലേ? ഇനി വീട്ടിൽ പോവാ. ശരിക്കും എന്താ സംഭവിച്ചേ? എന്തിനാ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടെ? ഒക്കെ എൻ്റെ കർമ്മഫലം, എൻ്റെ വിധി. മോൻ കേൾക്കണം, അതിനാ ഞാൻ വരാൻ പറഞ്ഞ്. എനിക്കിനി അധിക കാലമില്ല. എന്തായാലും പറയൂ. അദ്ദേഹം എന്നെ താലി കെട്ടുമ്പോൾ അദ്ദേഹത്തിന്
സിംഗപ്പൂരായിരുന്നു ജോലി. ഞാനും സരയുവിൻ്റെ അച്ഛനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. 10-20 കൊല്ലം മുമ്പാണ്. അന്ന് രാമ, നമുക്കേ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ഇന്ന് സരോജനയുടെ പിറന്നാളാ. ആഹാ, ചുറ്റുവിളക്ക് നടന്നിട്ടുണ്ട്. ഏതായാലും ഞാനില്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവും അങ്ങ് പോയാൽ മതി. എനിക്കിന്ന് പറമ്പിൽ കുറച്ച് ജോലിയുണ്ട്, പണിക്കാരുള്ളതാ. തിരിച്ചു പോകുന്ന കാര്യം എന്തായി, തീരുമാനിച്ചോ? അടുത്ത വെള്ളിയാഴ്ച സരോജനയുടെ കടലാസുകൾ കുറച്ചുകൂടെ ശരിയാവാനുണ്ട്. അത് നേരെയായാൽ 2 മാസത്തിനുള്ള ഒന്നുകൂടെ വരും. അവളെയും കുട്ടിയും കൂട്ടി സിംഗപ്പൂർക്ക് പോകണം. അപ്പൊ എല്ലാരും കൂടി നാടുവിടാനാ തീരുമാനം അല്ലേ? അങ്ങനെ അങ്ങ് നാട് ഉപേക്ഷിക്കാൻ പറ്റുമോ? എവിടൊക്കെ പോയാലും അവസാനം ഇവിടെ തന്നെ തിരികെ വരണ്ടേ? ചായയോ സംഭാരമോ? സംഭാരം. ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ട് 2 തരി ഉപ്പും. പിറന്നാളായിട്ട് സംഭാരം മാത്രമേ ഉള്ളൂ? സദ്യ ഉണ്ണാൻ നമ്മളൊന്നും ക്ഷണിക്കുന്നില്ലേ? ഇതുവരെ പിറന്നാളുണ്ടത് പ്രത്യേകം ക്ഷണിച്ചിട്ടൊന്നും അല്ലല്ലോ. പിന്നെ പുറപ്പെടാൻ നോക്ക്. എനിക്കിനി പുറപ്പെടാനൊന്നുമില്ല. ഞാൻ രാവിലെ തന്നെ റെഡിയാ. ഇവൻ എവിടെ ഈ രവീന്ദ്രൻ? എടോ രവീന്ദ്ര, വരുന്ന സാറേ. രാഘവ, ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. ഈ ബാല്യക്കാരൻ രവീന്ദ്രൻ, അവൻ ആളത്ര ശരിയല്ല. അവൻ്റെ ഒരു നോട്ടവും ഭാവവും ആകെ കൂടെ ഒരു വശപ്പശകൊണ്ട്. അത് രാമൻ അറിയാലോ. കുറെ കാലമായിട്ട് ഇവിടെ നിൽക്കുന്നു. ഇത്തിരിശ കാശ് പിടുങ്ങും, നാളികേരെ അടക്കുകയും കക്കും. സാരമില്ല, വേറെ ആരെ ഇക്കാലത്ത് ഇങ്ങനെ നിൽക്കാൻ കിട്ടുക? ഒരു മണ്ടനാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രവീന്ദ്ര, താൻ ആ പശുവിനെ കെട്ടിട്ടേ വേഗം ഒന്ന് അങ്ങാടി പോയിട്ട് വാ. ശരി സാർ, പോവാം. ഞാൻ മോളെ റെഡിയാക്കട്ടെ. സിംഗപ്പൂരിൽ ഒരു ഡ്രിങ്കും ഇതിന്റെ അടുത്ത് വരില്ല രാമ. പോകുന്ന വഴിക്ക് ആ തട്ടാമ്പേടിയിലൊന്ന് കയറണം. മനസ്സിലായി. ഇത്തവണ എന്താ, വളയാണോ മാലയാണോ? ഇറങ്ങാം. വാ വാടാ, വാടി മോളെ. രവീന്ദ്ര, താൻ അബൂബക്കറിന്റെ കടയിൽ നിന്ന് കൊപ്രയുടെ കാശ് മേടിക്കാൻ മറക്കണ്ട. ശകുനം മുടക്കി. ഈ വർക്കത്തില്ലാത്തവനെ കണ്ട ആ ദിവസം പോക്കാം. ഇന്നത്തെ ചുറ്റുവിളക്കിന് ശേഷം നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറാൻ പോകുന്നു. ആണോ? പിന്നല്ലാണ്ട്. രാമ, വണ്ടിയൊക്കെ റെഡിയാണല്ലോ? പിന്നെ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമായിരുന്നു. മോൾക്ക് 4 വയസ്സായ കാലത്ത് പോയ ആള് പിന്നെ വന്നില്ല. കത്തും കാശും വരാതെയായി. സഹായിക്കാൻ രാമൻപിള്ളച്ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്രയെന്നും പറഞ്ഞ രാമൻപിള്ളച്ചേട്ടനെ ഉപദ്രവിക്കുന്നേ. ഇതിനിടെ രാഘവൻ നായർ സിംഗപ്പൂർ വേറെ കല്യാണം കഴിച്ചു എന്നും അല്ല മരിച്ചു എന്നും ഒക്കെ വാർത്ത പരന്നു. അങ്ങനെ ഇരിക്കെയാണ് 7 വർഷത്തിന് ശേഷം രാഘവൻ നായർ പിന്നെയും തിരിച്ചു വന്നത്. ഞാൻ എടുക്കാം സാർ. എടാ, ഇത് ചത്തുപോയ രാഘവൻ നായരല്ലയോ?
ശരി സാർ. ശരി. മോളെ അമ്മേ, ആരോ വന്നിരിക്കുന്നു. മോളെ എന്റെ മോളെ, മോക്ക് സുഖാണോ? മനസ്സിലായില്ലേ? നിന്റെ അച്ഛനാടാ. എന്താ സരോജിനി, എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? സരോജിനി, സരോജിനി, അത് തുറക്ക്. അമ്മേ, എന്താ അമ്മേ? എന്താ? പറയുന്നത് നീ വാതിലും തുറക്ക്. സരോജിനി, സരോജിനി, മോളെ ഒന്ന് വാതിൽ തുറക്ക്. എന്താടാ കാര്യം? പട്ടി അണക്കുന്നത് പോലെ അണക്കാതെ കാര്യം പറയടാ. സിംഗപ്പൂർ രാഘവൻ നായരില്ലേ, അയാള് തിരിച്ചെത്തി. ഓടാ അവിടുന്ന്, നിനക്ക് ആള് തെറ്റിയായിരിക്കും. അല്ല, നാട്ടുകാരെല്ലാവരും സരോജിനി അമ്മയുടെ വീടിന് ചുറ്റും ഉണ്ട്. ദൈവമേ, എന്തൊക്കെയാണോ ഇനി നടക്കാൻ പോകുന്നത്? ഭാനു, എന്റെ കുപ്പായം കൊണ്ട് എടുക്കും. രാമ, എന്താണ് അവളെ കാണിക്കുന്നത്? എന്തിനാണ് അവൾ അകത്ത് കയറി കഥ കടച്ചത്? ഇക്കണ്ട ആളുകളൊക്കെ എന്തിനാണ് അവിടെ കൂടി നിൽക്കുന്നത്? ഞാനെല്ലാം പറയാം. നീ ഇപ്പൊ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് പോവാ, അവിടെ ഇരുന്ന് സംസാരിക്കാം. ഞാൻ എന്തിനാണ് നിന്റെ വീട്ടിലേക്ക് വരുന്നത്? ഞാൻ എന്റെ വീടിന്റെ മുറ്റത്തല്ല നിൽക്കുന്നത്. ഞാൻ എല്ലാം പറയാന്ന് പറഞ്ഞില്ലേ രാഘവ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ സമയത്തോടെ കേൾക്കണം. കാരണം കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്താ രാമ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയാമെന്ന്. ചേട്ടാ, അയാള് കള്ളും കുടിച്ച് വെളിവില്ലാതെയായിരിക്കും വരുന്നത്. അതിനു മുമ്പ് രാഘവൻ ചേട്ടനെ ഇവിടുന്ന് മാറ്റുന്നതാണ്. രാഘവ, നീ ഇനി ഇവിടെ നിൽക്കണ്ട. നിന്റെ ആരുമില്ല ഇവിടെ. സരോജിനി ഇന്ന് നിന്റെ ഭാര്യയല്ല, അവളിന്ന് രവീന്ദ്രന്റെ ഭാര്യ. ഇത്രയും നാൾ നീ എവിടെ ആയിരുന്നടാ? എന്താടാ നീ പറഞ്ഞത്? ഞാൻ പറയുന്നത് സത്യമാണ്, നീ ഒന്ന് വിശ്വസിക്ക്. എന്താ അമ്മേ പ്രശ്നം? രാഘവ, നീ തളരരുത്. ഒക്കെ വിധിയാണടാ. നീ എണീക്ക്, വാ. എന്റെ മകളെ വിളിക്കേ. അവൾ അവിടെ ഉണ്ടാവില്ല, സ്കൂളിൽ പോയിരിക്കും. അവൾ അകത്തുണ്ട്, ഞാൻ കണ്ടതാ. ഇത് എന്താണ് എല്ലാരും കൂടെ എന്റെ വീട്ടിന് മുമ്പ് കൂട്ടം കൂടി നിൽക്കുന്നത്? നിന്റെയൊക്കെ അമ്മ ചത്ത. ഇത് ആരും നാക്ക് താണുപോയാ? നിന്റെ സിംഗപ്പൂരിലെ ഭാര്യ നിന്നെ അടിച്ചിറക്കിയ? നീ എന്തിനാടാ ഇവിടെ വന്നത്? നിന്റെ ആരാ ഇവിടെ ഉള്ളത്? ഇപ്പൊ നീ എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇറങ്ങിക്കണം. ഇല്ലെങ്കിൽ നിന്നെ നിന്റെ സാധനങ്ങളെ ഞാൻ നിർത്തി കത്തിക്കും. ഇറങ്ങണ എന്റെ മുറ്റത്തുനിന്ന്. രവീന്ദ്ര, നീ എന്താടാ ഇങ്ങനെയൊക്കെ? നിന്റെ സാറാടാ ഞാൻ. നീ എന്നോട് ഇങ്ങനെ കാണിക്കരുത്. നിന്നെ വിശ്വസിച്ച് കാവലേപ്പിച്ച് പോയതല്ലേ ഞാൻ. എന്നെ നീ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നോ?
ഏത് വകയിലെ സാറാണ്? നീ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? നീ കാരണം ഞാൻ ഒരു 2ാം കെട്ടിന്റെ കൂടെ കഴിയാണ്. കൂടെ ബോണസ് ആയിട്ട് ഒരു പെങ്കൊച്ചും. ഇനി എനിക്കൊന്നും നിന്നോട് ബോധ്യപ്പെടുത്താനില്ല. രാമപിള്ള, ഇപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങണം. ഇല്ലെങ്കിൽ കൂട്ടുകാരന്മാർ രണ്ടുപേരും എന്റെ തനി സ്വഭാവം മനസ്സിലാക്കും. ഒന്നും വേണ്ട. എന്റെ രക്തത്തിൽ പറഞ്ഞ എന്റെ മകളെയെങ്കിലും നീ തിരികെ തരണം. മൂത്ത കുട്ടി സിംഗപ്പൂരുകാരൻ്റെയാ. നിന്റെ രക്തം ഞാൻ കാണിക്കാം. എന്റെ നിങ്ങൾ ആരാ? നിങ്ങൾ എന്റെയും മോളുടെയും ആരുമല്ല. നിങ്ങൾ ഈ മുറ്റത്ത് നിന്ന് ഇപ്പൊ ഇറങ്ങണം. ഇത്രയും നാളും ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാതെ ഇപ്പൊ വന്നിരിക്കുന്നു. ഭർത്താവാണ് പോലും, ഭർത്താവ്. ആരുടെ ഭർത്താവെന്നാ പറയുന്നേ? ദയവേത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അവക്ക് ബുദ്ധിയുണ്ട്. അവൾ പറയുന്നത് കേട്ടല്ലോ. ഇറങ്ങണ വഴിയില്. അവരെന്നെ കൊല്ലുവാണെ കൊല്ലട്ടെ. എനിക്ക് എന്റെ മകളെ വേണം. എടാ, നീ എന്റെ വീട്ടിലേക്ക് വാ. നമുക്ക് അവിടെ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കാം. എന്ത് തീരുമാനിക്കാൻ? എന്റെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ആകെ അവശേഷിച്ച എന്റെ സ്വന്തം മകൾ എനിക്ക് നഷ്ടമായി. ചെയ്യാത്ത കുറ്റത്തിന് 7 വർഷം ജയിലിൽ കിടന്നപ്പോ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഇവിടെ എന്റെ ഭാര്യയും മകളും ഉണ്ടല്ലോ എന്നതാണ്. എനിക്കിനി ഭൂമിയിൽ ആരുമില്ല. എനിക്ക് ആരുടെ സഹായം വേണ്ട. ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. എടാ, നീ എന്താടാ രാഘവ? എനിക്കിനി സുഹൃത്തുക്കളും ബന്ധുക്കളും ആരുമില്ല. ഞാൻ എന്റെ വഴിക്ക് പോവാ. ആരും എന്റെ വഴി തടസ്സപ്പെടുത്തണ്ട. ഞാൻ നിൽക്കില്ല. ഓ ഓ
ഇറങ്ങാം നമുക്ക്. അച്ഛൻ്റെ കൂട്ട് പടപടാന്ന് കയറ്. അത് കൊള്ളാമല്ലോ. പുതിയ ആളെയും കൂട്ടിയാണല്ലോ തൻ്റെ വരവ്. തനിക്ക് എന്താ ഇവിടെ കാര്യം? തൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാലെടുത്ത് കുത്തരുതെന്ന്. ഇവൻ ഏതാ? സരയുവിൻ്റെ കൂടെ പഠിക്കുന്ന ആളാ. നിന്നെ ഞാൻ തിരക്കിയിരിക്കായിരുന്നു. നീയാണ് എവിടെ കൊണ്ട് ആശുപത്രി പോയത്. ഇവക്ക് എന്താണ് നീ ഗർഭം ഉണ്ടാക്കിയോ? ആശുപത്രി കിടന്ന് കറങ്ങാൻ ചേച്ചത്തിനെ പറയുന്നു. മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞു ചെപ്പയടിച്ചാ പൊട്ടിക്കും. ചെപ്പയടിച്ച് പൊട്ടിക്കും. ഇവളെ ആരെയാണ് തുറന്നു വിട്ടത്? രണ്ടിനെ ഞാൻ കേറി പോയി. രവീന്ദ്ര, ഞാൻ അവളെ തുറന്നു വിട്ടത്. ഇനി അവളെ തൊട്ടാ തന്റെ കൈ ഞാൻ വെട്ടും. ഇതുവരെ ഞാൻ സഹിച്ചു, ഇനി സഹിക്കാൻ വയ്യ. ഇപ്പൊ ഇവിടെ ഇറങ്ങണം, ഇല്ലെങ്കിൽ നിങ്ങളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. എന്നെയോ ഇങ്ങനെയാക്കി എന്റെ മോളുടെ ഭാവി കൂടി ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങിപ്പോ. എന്താ സരോജിനി അമ്മ ഇത്? ഇറങ്ങിപ്പോടും. നീ നിന്റെ മോള് സുഖമായിട്ട് ജീവിക്കാന്ന് കരുതണ്ട. എന്നെ അടിച്ചിറക്കി എന്റെ ഫലം നീ അനുഭവിക്കും. ോമാരൊന്നും നിനക്ക് കാവലുണ്ടാവില്ല. ഞാൻ കാണിക്കാനാണി. നടക്കണ ഇങ്ങോട്ട്. അവള് നിന്റെ അമ്മയൊന്നുമല്ല. നിന്റെ അച്ഛന് വേണ്ടാത്തവള് നിനക്കും വേണ്ട. ഓടാ. പെറ്റമ്മയെ കല്ലെറിയുന്ന മകൻ കഷ്ടം. ആ വിഷവിത്തല്ലേ അവൻ ഇത് ചെയ്യും, ഇതിനപ്പുറം ചെയ്യും. കലികാലം എന്നല്ലാണ്ട് എന്ത് പറയാന്. എനിക്ക് ആ ചെക്കൻ്റെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. അമ്മയെ കല്ലെറിയുന്ന മകൻ കണ്ട കള്ള് ഷാപ്പിലൊക്കെ കൊണ്ടു നടന്ന് വഷളാക്കി അവനെ. ചേട്ടൻ വരണ്ട, ഞാൻ പോയിക്കോളാം. ബസ് സ്റ്റോപ്പ് വരെ ഞാനും വരാം. വേണ്ട, അക്കരയിൽ നിന്ന് കുറച്ചല്ലേ ഉള്ളൂ. ചേട്ടൻ പൊക്കോളൂ. ബൈ. ബസ് വന്നല്ലോ. ഇറങ്ങി വാ.
എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവന്റെ ഒരു നിപ്പ് നോക്കിയേ. എന്തിനാണ് നിന്നെ കൂട്ടിക്കൊണ്ടുപോയത്? ആ എന്തെങ്കിലും പ്രശ്നം അവളുടെ അമ്മയ്ക്ക് ഞങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണോ തമാശയാണോ എന്ന് അറിയണം. പിന്നെ ചില കുടുംബ പ്രശ്നങ്ങളും. അവളുടെ അച്ഛനെ കുറെ വർഷം മുമ്പ് കാണാതായ കഥയും സരയുവിന്റെ അമ്മ എന്നോട് പറഞ്ഞു. അപ്പൊ സരയു നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. അവൾ അന്ന് ആശുപത്രി വന്നത് അവളുടെ രണ്ടാനച്ഛൻ അറിഞ്ഞു. അയാൾ അവളെ തല്ലി മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ പൂട്ട് തല്ലി പൊളിച്ച് അവളെ പുറത്തിറക്കി. ഷേ, ഇറങ്ങാൻ നേരം അയാൾ വന്ന് ചാടി. പിന്നെ അയാളുമായിട്ട് ക്ലാഷ്. നീ ഈ പറയുന്ന കേട്ടിട്ട് ഇത് മൊത്തത്തിലൊരു കുഴപ്പം പിടിച്ച കേസാ. തുതി, നീ നിന്റെ പണി നോക്ക്. ഒന്നുമല്ല, നിന്റെ അച്ഛനൊരു പ്രൊഫസർ അല്ലേ, അദ്ദേഹത്തിന്റെ വില എന്നല്ലേ നോക്കണ്ടേ? എടാ, അത് നീ ബ്ലേഡുകാരനായോണ്ട് തോന്നാ. നിനക്ക് സ്നേഹവും മനസാക്ഷിയൊന്നും ഇല്ലല്ലോ. ഓ, ഇവ നന്നാകുന്ന ലക്ഷണമൊന്നുമില്ല. നീ ആ കൊച്ചിന്റെ രണ്ടാം തന്തയുടെ കയ്യിൽ നിന്ന് തല്ലു മേടിക്കും. സുധി, ഈ കാര്യത്തിൽ ഞാൻ സ്വർണ്ണപ്പന്റെ കൂടാ. മതി, വാ പോവാം. നേരെ ഒത്തിരിയായി. ഈ മുട്ടായിക്ക് എന്താ വില? 50 പൈസ. 2 രൂപയ്ക്ക് മുട്ടായി. ഇതാ. അയ്യോ, അങ്കിളിന് കണക്കറിയില്ലേ? 2 രൂപയ്ക്ക് 4 മുട്ടായി കിട്ടൂ. ഇതിപ്പോ എത്രയാ? സാരമില്ലടാ, മക്കളെടുത്തോ കേട്ടോ. ഇന്നലെ കണ്ടില്ലല്ലോ, എവിടായിരുന്നു? ഞാൻ ആ സരയുവിന്റെ വീട് വരെ പോയിരുന്നു. അവളുടെ അമ്മ ഒരാളെ പറഞ്ഞു വിട്ടിരുന്നു എന്നെ വിളിക്കാൻ. ആശുപത്രി വെച്ച് അവളെ കണ്ടു എന്നും പറഞ്ഞ് അവളുടെ രണ്ടാനച്ഛൻ അവളെ തല്ലിച്ചതച്ച് മുറി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇനി കോളേജിൽ വിടുന്നില്ലെന്നാ പറയുന്നേ. അല്ലെങ്കിലും ക്രൂരനാ, വൃത്തികെട്ടവൻ. നിങ്ങൾക്കൊന്നും അറിയില്ല അവനെ. തെമ്മാടി. ബാല്യക്കാരനെ വീട്ടിൽ കയറി താമസിപ്പിച്ച ഇതും ഇതിലപ്പുറവും സംഭവിക്കും. അറിയോ അയാളെ? ചേട്ടൻ എങ്ങനെ അയാളെ അറിയും? അല്ല, നീ പറഞ്ഞത് വെച്ച് ഞാൻ പറഞ്ഞ, അല്ലാതെ ഞാനെങ്ങനെ അറിയാന്? ആ കുട്ടിയോട് സൂക്ഷിക്കാൻ പറയണം കേട്ടോ. ഞാൻ ആ പൂട്ട് തല്ലി പൊട്ടിച്ചു. നന്നായി. ഇനി അവൻ ഉപദ്രവിച്ചാലോ? ഇനി അവൻ ഉപദ്രവിക്കില്ല. അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, സരയുവിൻ്റെ അമ്മ വെട്ടുകത്തി എടുത്തപ്പോൾ അയാൾ ശരിക്കും പേടിച്ചുപോയി. നീ പോവുകയാ? എനിക്കിത്തിരി ജോലിയുണ്ട്. നമ്മുടെ കുക്കിലിക്ക് അവരെ അറിയാം, നന്നായി അറിയാം. ആരെ? സരയുവിന്റെ വീട്ടുകാരെ. അതെങ്ങനെ? എങ്ങനെയെന്ന് ചോദിച്ചാ, അവരുടെ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് അയാൾ ആകെ അസ്വസ്ഥനായി. അയാളുടെ റിയാക്ഷൻ ഒന്ന് കാണണം. എടാ, ഇനി കാണാതെ പോയ ആള് ഇയാളെങ്ങാനാണോ? എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. നമുക്ക് രാമൻപിള്ള ചേട്ടനെ വരുത്തിയാലോ? അടുത്ത വണ്ടിക്ക് വരാൻ പറ. അതിന് രാമൻപിള്ള ചേട്ടൻ കുക്കിലി ആരാന്ന് നേരിൽ കണ്ടല്ലേ? അയാളാണെങ്കിൽ അപ്പൊ തിരിച്ചറിയില്ലേ? ശരിയാ, അന്ന് കണ്ടതാണല്ലോ. എന്തായാലും ആള് ചില്ലറക്കാരനല്ല. ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാമൻപിള്ള ചേട്ടന് മുറുക്കാൻ വാങ്ങിച്ചു കൊടുക്കാൻ പോയപ്പോ മൂപ്പര് മുഖം തരാതെ ധൃതി പിടിച്ച് എന്തൊക്കെയോ ചെയ്തോണ്ടിരുന്നത് ഞാൻ ശ്രദ്ധിച്ചതാ. നീ എന്താ രാമൻപിള്ള ചേട്ടനെ വിളിക്ക്. ഹലോ, രാമൻപിള്ള ചേട്ടനല്ലേ? എടോ രാഘവൻ നായരെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇറങ്ങി വരാൻ. ഇയാൾ ഏതാടോ? ഏത് രാഘവൻ നായരെ കുറിച്ചായി പറയുന്നത്? നാടകം കളിക്കുക? ഇത് നാടകമല്ല രാഘവ. നീ നിന്റെ നാടകം അവസാനിപ്പിക്ക്. അല്ലെങ്കിൽ ഒരിക്കൽ നിന്റെ മകൾക്ക് വേണ്ടി നീ വാവിട്ട് കരഞ്ഞ് യാചിച്ചത് നീ ഓർക്കുന്നുണ്ടോ? അവളെ ഇനി ഒരിക്കലും നീ കണ്ടെന്ന് വരില്ല.
നിനക്ക് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ നീ രാഘവൻ നായരല്ലെന്ന്? നിന്റെ രാമനോട് നിനക്ക് പറയാൻ കഴിയുമോ? ഇനിയെങ്കിലും ഒന്ന് അഴിച്ചു വെക്കടാ നിന്റെ ഈ പൊയ് മുഖം. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ രാഘവൻ നായരാണെങ്കിൽ തന്നെ എന്താ രാമ, ഞാൻ നിന്നെ ആദ്യ ദിവസം തന്നെ തിരിച്ചറിഞ്ഞതാ. അതെല്ലാം എന്നെ ഉപേക്ഷിച്ച സംഭവങ്ങളാ. ഞാൻ ആരെയും ഉപദ്രവിക്കാതെ ഒരു കോമാളിയെ പോലെ ഇവിടെ ജീവിക്കുക. പിന്നെ എന്തിനെന്നെ ഉപദ്രവിക്കുന്നത്? മറ്റെല്ലാം നീ ഉപേക്ഷിച്ചു. പക്ഷെ സ്വന്തം മകളുടെ കാര്യത്തിലെങ്കിലും നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൾ ആശുപത്രിയിൽ അറിയാതെയാണെങ്കിലും എന്നെ തേടി വന്നു. എന്നോടൊപ്പം 3-4 ദിവസം ഉണ്ടായിരുന്നു. അന്നേ നാടും വീടും ഒക്കെ പറഞ്ഞപ്പോ അവൾ എൻ്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞത്. എന്നെ ഇത്ര നാളും ജീവിക്കാൻ പ്രേരിപ്പിച്ചു തന്നെ അവളുടെ ഓർമ്മകളാ. ഞാൻ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നത്? ചേട്ടൻ രാഘവൻ നായരാണെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. ബാക്കി ഞങ്ങൾ ഏറ്റു. അറിഞ്ഞോ ഗോപാലട്ടോ, നമ്മുടെ അപസർപ്പ കഥയിലെ നായകനെ പിടികിട്ടി. നമ്മുടെ കുക്കിലിയാർ ഒരു സിംഗപ്പൂരുകാരനാ, രാഘവൻ നായർ എന്ന സിംഗപ്പൂരുകാരൻ. അയാളുടെ ഭാര്യയും മകളും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട്. അവരോടെല്ലാം പിണങ്ങിയാ അയാൾ ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കുന്നത്. അയാൾക്ക് ശരിക്കും ഒരു കുഴപ്പവും ഇല്ല. അയാൾ അഭിനയിക്കുവാന്നേ, അയാളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ഈ ആ ചന്തയെത്തുന്നു പറയട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? കുക്കിലിയുടെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. അയാളാണ് കണ്ടുപിടിച്ചത്. ആദ്യം കുക്കി സമ്മതിച്ചില്ല, പിന്നീട് എല്ലാം കുക്കി സമ്മതിച്ച്. പിന്നെ സുധിയും കുട്ടിയും അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഓ, എന്തൊരു കാഴ്ചയാണ്! കാട്ടാനെ മെരുക്കിക്കൊണ്ടുവരുന്ന നാട്ടാനക്കൂട്ടം പോലെ. അപ്പൊ ഇനി എപ്പോഴാ നാട്ടിലേക്ക്? ഞാൻ ഒരിടത്തേക്കും ഇല്ല. എന്റെ നാടും വീടും ഒക്കെ ഇവിടെ തന്നെയാ. മരിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഭാര്യയും മകളെ ഇക്കണ്ട കാലം അത്രയും വിഷമിപ്പിച്ചതല്ലേ? താൻ എന്തെറിഞ്ഞിട്ടാണോ ഈ വർത്താനം പറയുന്നത്? മതി, ആ വിഷയമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. സുധി, ഇന്നെന്തായാലും ഞാൻ മടങ്ങുന്നില്ല. നാളെ രാവിലത്തെ ബസ്സിന് പോവാം. ചായക്കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് രാഘവൻ നായരുടെ കൂടെ അങ്ങ് കൂടാ. രാമ, നീ എവിടെ കിടക്കുമെന്നായി പറയുന്നത്? അതിനിവിടെ എവിടെയാ സ്ഥലം? നീ ഈ കണ്ണന്റെ വീട്ടിലെങ്ങനെ പോയി കിടക്ക്. ഞാൻ ഇവിടെ 2 ബെഞ്ച് കൂട്ടിയിട്ട് അവിടെ അങ്ങ് കിടക്കാം. അല്ലെങ്കിൽ ഇതേ ആൽത്തറയിൽ. നിനക്കിതൊന്നും പരിചയമില്ലാത്ത കാര്യങ്ങളല്ലേ. തണുപ്പടിച്ചാ പനി പിടിക്കും. ഒരു ദിവസം കിടന്നാ പനിയൊന്നും പിടിക്കില്ല. രാഘവ, നീ എന്റെ ആത്മസുഹൃത്തല്ലേ. നീ ഇവിടെ കിടക്കുമ്പോ എനിക്ക് എങ്ങനെയാടാ അവിടെ പോയി കിടക്കാൻ പറ്റുക? എങ്ങനെ ഉറക്കം വരാനാ? രാഘവ, നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ആകാൻ കഴിഞ്ഞത്? എങ്ങനെ ജീവിക്കേണ്ട ആളാ നീ? ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുന്നു നിനക്ക്? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ലല്ലോ. അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴേ അത് മനസ്സിലാവും. രാമ, എന്താ രാഘവ? എനിക്കെന്റെ മകളെ ഒന്ന് കാണണമെന്നുണ്ട്. എന്റെ മകളായിട്ട്. അതിനെന്താ രാഘവ, നാളെ തന്നെ വരാൻ പറയാലോ. നാളെ വേണ്ട, അതിനടുത്ത ദിവസം മതി. എനിക്ക് വേഷമൊക്കെ ഒന്ന് മാറണം. അവളെന്നെ വെറുക്കോടാ. എന്തിനാടാ ഈ വേണ്ടാത്ത ചിന്തകള്? അവള് നിന്റെ മോളല്ലേ. അവൾക്ക് എങ്ങനെയാ അതിന് കഴിയുക? കാലം എത്രയായി. ഇതിനൊക്കെ വേണ്ടി എന്ത് പാപ രാമ ഞാൻ ചെയ്തത്? രാഘവ, നീ ഓർക്കുന്നുണ്ടോ രാമ? അന്ന് അവൾ എന്റെ തോളത്തൊന്നും ഇറങ്ങില്ലായിരുന്നു. ഈ വിരലിൽ തൂങ്ങി അങ്ങനെ നടക്കും.
വേണ്ട. എന്താണ് ഇത്? ഇങ്ങനെയാണോ കുളിക്ക? കുറെ നേരമായല്ലോ കൊച്ചുകുട്ടികളെ പോലെ. ഞങ്ങളുടെ പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോയതുപോലെ. രണ്ടുപേരും അങ്ങ് ചെറുപ്പമായി പോയി. രാമപിള്ള ചേട്ടൻ ഇന്ന് പോകുന്നില്ലേ? സുധി, നമുക്ക് സരോജിനെ ഒന്ന് വിളിച്ചു വരുത്തണം. ഇയാൾക്ക് അവളെ ഒന്ന് കാണണമെന്ന്. ഇന്നിനി അറിയിച്ച വരാൻ പാടായിരിക്കും. നമുക്ക് നാളെ വരാൻ പറയാം. ആയിക്കോട്ടെ. സുധി, നീ അവളെ ഫോണിലൊന്ന് വിളിച്ചേ. എനിക്ക് ചിലത് പറയാനുണ്ട്, അത് കട്ട് ചെയ്യേ. സരയു മാത്രം വന്നാ മതി. അതെന്താടാ അങ്ങനെ? സരോജിനിയമ്മക്ക് അയിത്തം കൽപ്പിച്ചോ? അവരും കൂടെ വന്നോട്ടടാ. രാമ, നീ എന്റെ സമനില തെറ്റിക്കരുത്. അവള് കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്. ഒരു ഭർത്താവിനോട് ഒരു ഭാര്യയും ചെയ്ത കാര്യം അവൾ എന്നോട് ചെയ്തത്. നിന്റെ ഭാഗം മാത്രമല്ലടാ നീ പറയുന്നത്, അവർക്ക് പറയാനുള്ളതും കൂടെ കേൾക്ക്. ആർക്കെന്ത് പറയാനുണ്ടെങ്കിലും ഞാൻ ഇത്രയും കാലം ഇങ്ങനെ ജീവിച്ചതിന് പകരാവില്ല. നീ എങ്ങനെ സരോജിനിയെ വിളിച്ചു വരുത്തിയ പിന്നെ എന്നെ കാണില്ല. സരയുവിനെ വിളിക്കാൻ ബുദ്ധിമുട്ടാണെ വേണ്ട. അവൾ എന്നോടൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്നല്ലോ, അത് മതി. അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. ശരി ഏട്ടാ, നമുക്ക് സരുവിനെ വിളിക്കാം. തൽക്കാലം എന്താ കാര്യം ഫോണിൽ പറയണ്ട, ഇവിടെ വരെ വരാൻ പറഞ്ഞാൽ മതി. ഹലോ മോളെ, ഇത് ഞാൻ രാമനാ. എന്താ മാമ? നീ നാളെ ശാർങ്ങക്കാവ് ദേവീക്ഷേത്രം വരെ ഒന്ന് വരണം. ശാർങ്ങക്കാവ് വരെയോ? ഞാനെങ്ങനെ ഒറ്റയ്ക്ക് മാമ? നീ അങ്ങോട്ടുള്ള ബസ്സിൽ കയറിയിട്ട് ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. ഞാൻ അവിടെ ഉണ്ടാവും. എന്താ മാമ അത്യാവശ്യം? കാര്യമുണ്ട്, നീ വരുമ്പോ പറയാം. ശരി മാമ. എന്റെ മോള് വരുന്ന കാര്യം ഇതെങ്ങനെയാണോ നാട്ടുകാർ മൊത്തം അറിഞ്ഞത്? ഇവൻ ഒറ്റ ഒരുത്തനെ ഈ വാർത്ത നാട് മുഴുവൻ പരത്തിയത്. പിന്നല്ലാതെ ഈ സന്തോഷം നാട്ടുകാരോടൊന്ന് അറിയട്ടെ. ചേട്ടന്റെ മകളെ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ, അതൊരു ക്രെഡിറ്റ് അല്ലേ? ബസ് വന്നല്ലോ, വാ. ഇറങ്ങി വാ. എന്താ മാമ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞേ? മോള് വാ, പറയാം, വാ. എന്താ മാമ, സുഖായോ? വേദനയൊക്കെ മാറിയോ? എന്താ മാമ, വേദന മാറിയില്ലേ? മാമനോ? ആരുടെ മാമൻ? ഈ നിൽക്കുന്നത് നിന്റെ അച്ഛനാ മോളെ. എന്നാലും 3-4 ദിവസം ഞാൻ കൂടെ ഉണ്ടായിരുന്നല്ലേ, ഒന്ന് പറയാറുന്നില്ലേ? എന്റെ അച്ഛന്റെ മുഖം ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എത്ര ദിവസം ഞാൻ അച്ഛൻ വന്നെന്ന് സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നെന്നറിയോ? വൈകിയാണെങ്കിലും മോൾക്ക് അച്ഛനെ തിരികെ കിട്ടിയില്ലേ? മോള് സമാധാനമായിരിക്കും. അച്ഛനെ വിഷമിപ്പിക്കാതെ.
ആശുപത്രി വെച്ച് എന്നോട് കാട്ടിയ സ്നേഹം കണ്ടപ്പം അതുപോലൊരച്ഛൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ നാശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഒരു അച്ഛനെയല്ല, ആ അച്ഛനെ തന്നെ മോൾക്ക് ദൈവം തന്നല്ലോ. സുധി, നീ ഇനി ഒരു ജോലി കിട്ടുന്നവരൊന്നും കാത്തു നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് നീ ഇവിടെ വിവാഹം കഴിക്കണം. നിങ്ങൾക്ക് ജീവിക്കാനുള്ള അത്യാവശ്യം തുക ഇതിലുണ്ട്. ഏയ്, എനിക്കിതൊന്നും വേണ്ട. സ്വന്തമായൊരു ജോലി സമ്പാദിച്ച് എത്രയും പെട്ടെന്ന് ഞാൻ സരയുവിനെ കല്യാണം കഴിച്ചോളാം. അതിന് ഈ സ്വത്തിന്റെ ആവശ്യമില്ല. സുധി, ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കമൊന്നും വേണ്ട. എന്തായാലും ഇത് ഇനി ഇവിടെ സൂക്ഷിക്കാൻ പറ്റില്ല. അല്ല, മോന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നല്ലതിനു വേണ്ടിയാ, വാശി പിടിക്കാതെ ഇതങ്ങോട്ട് വാങ്ങി വെക്കൂ. എനിക്ക് എന്റെ അച്ഛന് മാത്രം മതി. എന്നാലും ഇത്രയും കാലം ഒരു അനാഥനെ പോലെ ജീവിച്ചില്ലേ? ഒന്ന് വരായിരുന്നില്ല ഞങ്ങളെ കാണാൻ? നമുക്ക് വീട്ടിലേക്ക് പോവാച്ച. ഇന്നലെ വരെ ഇയാൾ കുക്കില്ലാരായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. സിംഗപ്പൂരുകാരൻ രാഘവൻ നായരാ. അച്ഛനെ നമുക്ക് പതുക്കെ മനസ്സിലാക്കിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാം. വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാച്ച. ഇല്ല മോളെ, ഒരു കാരണവശാലും ഞാൻ അങ്ങോട്ടില്ല. അവൾ എന്നോട് ചെയ്തത് അങ്ങനെയാ. അച്ഛൻ ഇങ്ങനെ വാശി പിടിക്കരുത്. അമ്മയ്ക്ക് പറയാനുള്ളത് അച്ഛൻ കേട്ടിട്ടില്ലല്ലോ. ചെയ്യാത്ത കുറ്റത്തിനും 7 വർഷം സിംഗപ്പൂർ ജയിലിൽ കിടന്ന് നരകയാതന അനുഭവിച്ചു. സ്വന്തം ഭാര്യ മകളെയും കാണാൻ ഓടിയെത്തിയപ്പോൾ നിർദാക്ഷിണ്യം അടിച്ചിറക്കിയിട്ട് ഇനി എന്ത് ന്യായീകരണം പറയാനുള്ളത്? അമ്മ ഇന്ന് ജീവിക്കുന്ന തന്നെ എന്തെങ്കിലും അച്ഛനെ കണ്ട് മാപ്പ് പറയാൻ വേണ്ടിട്ട്. അന്ന് വെട്ടാതെ അയാളെ നിൽക്കുന്ന കണ്ട് അമ്മ അങ്ങനെ പറഞ്ഞു പോയതാ. 7 വർഷക്കാലം അച്ഛനൊരു കത്ത് പോലും അയച്ചില്ലല്ലോ. ആര് പറഞ്ഞു? ജയിലിൽ നിന്ന് എത്ര കത്തുകളാ ഞാൻ അയച്ചത്. പക്ഷെ ഒരു കത്തിന് പോലും അവള് മറുപടി അയച്ചില്ല. ഇല്ല അച്ഛാ, ഒരു കത്ത് പോലും അമ്മയ്ക്ക് കിട്ടിയില്ല. അതൊക്കെ ആ രവീന്ദ്രൻ നശിപ്പിച്ചു കാണും. ജീവിക്കാൻ നിവൃത്തിയില്ലാതാമോ? വേറെ കല്യാണം കഴിക്കുന്നതാണോ ജീവിതം? അച്ഛൻ അന്നത്തെ അവസ്ഥ അറിയാഞ്ഞിട്ടാ. അമ്മ ഒറ്റയായപ്പോ പലരും ശല്യം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ എല്ലാവരും നിർബന്ധിച്ചപ്പോഴാ അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ സംസാരം ഇവിടെ നിർത്താം. ഇത് ശരിയാവില്ല. മതി, ഇനി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തു പറഞ്ഞാലും ആ നാട്ടിലേക്കും വീട്ടിലേക്കും ഞാനില്ല. എന്നെ ഉപേക്ഷിച്ച നാടാണിത്. അവസാനമായി എന്റെ മോളെ ഒന്ന് കാണാൻ ഞാൻ വാവിട്ട് ചോദിച്ചപ്പോ തയ്യാറാകാത്തവരാണ്. അവിടേക്കിനി ഞാനില്ല. ഞാനും മാമനും കൂടെ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വരട്ടെ? വേണ്ട, വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. മോള് സമാധാനമായിട്ടിരിക്കൂ. അച്ഛൻ സമ്മതിക്കൂ. കുഴപ്പമില്ല, നമുക്ക് അമ്മയെ കൊണ്ടുവരാം. ഞാൻ സമ്മതിപ്പിക്കാം. നമുക്ക് അടുത്ത തവണ വരുമ്പോ സരോജിനിമയും കൂട്ടിയിട്ട് വരാം. സുധി, വൈകുന്നേരത്തെ ബസ്സിന് ഞങ്ങൾ മടങ്ങാം. എനിക്കും വീടും കുടുംബമൊക്കെ ഉള്ളതല്ലേ. ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. കള്ളൻ ഇരിക്കുന്ന കണ്ടില്ലേ? എന്താ ഇത്ര വൈകിയത്? പറയാം. മറ്റേ തെമ്മാടി പിന്നെ വന്നില്ലേ? ആ പഴയ കറവക്കാരൻ. ഇല്ല, ആ ചെറുക്കനും തിരികെ വന്നില്ല. ഒന്നുമില്ലെങ്കിലും ഞാൻ അവനെ നൊന്ത് പ്രസവിച്ച അമ്മയില്ലേ. അവനെന്തോന്ന് അമ്മ? അസുര ജന്മല്ലേ. രാമൻപിള്ളച്ചേട്ടൻ ഫോണിൽ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. സരോജിനി കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കും. ഞാനെല്ലാം പറയാം. ഞാൻ കൊണ്ടുവരാം മാമ. ഞാനിവിടുന്ന് പോയിട്ട് 2-3 ദിവസമായി. നിങ്ങളുടെ ഭർത്താവ് രാഘവൻ നായരെ ഞാൻ കണ്ടു. 2 ദിവസമായിട്ട് അയാളുടെ കൂടെയായിരുന്നു.
സുധിയാണ് ആളെ കണ്ടുപിടിച്ചത്. കുറേ കാലമായിട്ട് സുധിയുടെ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരുന്നത്രേ. മോളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇവളെ വിളിപ്പിച്ചതാ. എനിക്കൊന്ന് കാണണം. ആ കാലിൽ വീണ് മാപ്പ് പറയണം. എപ്പോ ഉറങ്ങാൻ കിടന്നാലും എന്റെ മനസ്സിൽ അദ്ദേഹത്തെ ഇറക്കി വിട്ട രംഗമാണ്. അദ്ദേഹം എന്നെ തിരക്കൂ. സരോജിനി, അവനിന്ന് നമ്മുടെ പഴയ രാഘവൻ നായരായല്ല ജീവിക്കുന്നത്. ഒരു ചെറിയ പെട്ടിക്കടയിൽ ഒരു തെരുവ് നായയുടെ കൂടെ ഒരു ഭ്രാന്തനെ പോലെ. കുക്കില്യാർ എന്ന പരിഹാസ കഥാപാത്രം. നീയും നിന്റെ പ്രവൃത്തികളും അവൻ അങ്ങനെയാക്കിയെന്ന് അവൻ വിചാരിക്കുന്നു. ഞാനിങ്ങോട്ട് വിളിച്ചതാ. അവന് നിന്നെ കാണണ്ടെന്ന് കട്ടായമായിട്ട് പറഞ്ഞു. 2 ദിവസം ക്ഷമിക്ക്, നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം. അവസാനം അമ്മയെ കാണാൻ സമ്മതിച്ചു എന്നാ തോന്നുന്നത്, അല്ലേ മാമ? കരയല്ലേ? എന്നാ ഞാൻ ഇറങ്ങാം. ശരി. സരോജിനി വിഷമിക്കണ്ട, നമുക്ക് അയാളുടെ അടുത്തേക്ക് പോവാം. എന്നാ ശരി. അമ്മേ, നീ എന്താ ഇത്ര താമസിച്ചേ? അത് ഞാൻ അച്ഛനും അമ്മയും ഒന്ന് സോപ്പിട്ടു. കുറേ നേരം വീട്ടിലിരുന്നു. നല്ല സറിയുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനിപ്പോ നല്ല കുട്ടിയാണ്. കുക്കു ഇതുവരെ എത്തിയിട്ടില്ല. അതെ. ആള് വരും. ആളോ? നിന്റെ അമ്മായിയപ്പൻ. ഇനിയാൾ സ്ഥലം വിട്ടു പോയോ? അതല്ല, സാധാരണ അയാൾ എവിടെ പോയാലും സന്ധ്യയ്ക്ക് മുമ്പ് ഇവിടെ തിരികെ എത്തുന്ന. ഇന്ന് ഇതുവരെ ആയിട്ട് ഇവിടെ എത്തിയിട്ടില്ല. ആളെവിടെയും പോവില്ല. ഇപ്പൊ നമ്മളുമായി നാട്ടുകാരുമായി നല്ല സൗഹൃദത്തിലല്ലേ. കുക്കിലിയാരുടെ കട രാവിലെ തൊട്ട് അടഞ്ഞു കിടക്കുക. ഇന്ന് തുറന്നിട്ടേ ഇല്ല. ഇയാളിത് എവിടെ പോയിരിക്കും? എന്തായാലും ലാസ്റ്റ് ബസ്സിൽ കാണാതിരിക്കില്ല. ബസ് വന്നു. ചേട്ടാ, ബസ്സിൽ കുക്കിലിയാരുണ്ടോ? ഇല്ലല്ലോ. ഇല്ലടാ, അയാള് മുങ്ങിയാ തോന്നേ. അങ്ങോട്ട് മുങ്ങാൻ നീ വരും. ഞാൻ രാമപിള്ളച്ചേട്ടനോട് എന്ത് പറയും? അവര് നാളെ എത്തുമെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് രാമപിള്ളച്ചേട്ടനെ വിവരം അറിയിക്കണം. വേണ്ട, ചിലപ്പോ കുക്കിലിയാര് വന്നാലോ. ഗോപാലോ, പോവാ നമുക്ക്.
സരയു ചേട്ടനെ കാണാനായി നാളെ വരുന്നുണ്ട്.